കയ്യിലുള്ള സമ്പാദ്യം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതുകൊണ്ട് ഇത്രമാത്രം കഷ്ടപ്പെട്ട മാനസിക വ്യഥ അനുഭവിച്ച ഒരു ജനത കേരളത്തിലല്ലാതെ മറ്റെങ്ങുമുണ്ടാവില്ല. പണം നൽകാൻ കഴിയില്ലെങ്കിൽ ദയാവധത്തിന് അനുമതി നൽകണം എന്ന ഒരു ആവശ്യവുമായി ഒരു നിക്ഷേപകൻ കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ച കരുവന്നൂരിലെ നിക്ഷേപകൻ ദയാവധത്തിന് അനുമതി തേടിയിരിക്കുകയാണ്. കരുവന്നൂരിലെ മാപ്രാണം സ്വദേശി ജോഷിയാണ് ഇത്തരത്തിൽ ദയാവധത്തിന് അനുമതി തേടിയത്. ദയാവധത്തിന് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ജോഷി കത്തയച്ചു. 84 ലക്ഷം രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്നും ജോഷിക്ക് ലഭിക്കാനുള്ളത്. പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണം എന്നാണ് ജോഷി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 തവണ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ജോഷി 20-ലധികം തവണയാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. ചികിത്സയ്ക്കുൾപ്പെടെ പണമില്ലാതെ പ്രതിസന്ധിയിൽ ആയതോടെ പലതവണ ബാങ്കിനെ സമീപിച്ചു എങ്കിലും നിക്ഷേപത്തുക മടക്കി നൽകിയിരുന്നില്ല. പണം മടക്കി നൽകുന്നതിന് കോടതി ഉൾപ്പെടെ ജോഷി സമീപിച്ചതോടെ സമൂഹത്തിൽ തീർത്തും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് CPIM സ്വീകരിച്ചത് എന്നാണ് മറ്റൊരു ആക്ഷേപം. ഈ സാഹചര്യത്തിൽ പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണം എന്നാണ് ജോഷിയുടെ ആവശ്യം. CPIM നേതാക്കളുടെ നേതൃത്വത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും മാപ്രാണം സ്വദേശി ജോഷി ആരോപിക്കുന്നു. ബാങ്കിന്റെ കണക്ക് പ്രകാരം 72 ലക്ഷം രൂപയാണ് ജോഷിക്ക് ലഭിക്കാനുള്ളത്. ബാങ്കിൽ നിന്നും പണം മടക്കി നൽകാതായതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് ജോഷി പറയുന്നു. CPM നേതാക്കൾ തനിക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവും സൃഷ്ടിക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ സഖാക്കന്മാരെ വിശ്വസിച്ച് നടത്തിയ നിക്ഷേപകരുടെ ഒക്കെ വീടിന് മുന്നിൽ ഒരു ബോർഡുണ്ട്. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന ബോർഡ്. അതിൽ ഭൂരിഭാഗം പേരും സഖാക്കന്മാരെ വിശ്വസിച്ച് പണം മുടക്കിയ സഖാക്കന്മാരാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപമായ രൂപ തിരിച്ചു കിട്ടാത്തതിന്റെ അനന്തരഫലമാണ് പലരുടെയും വീട്ടിന് മുന്നിലുള്ള ഗേറ്റിലെ ആ ബോർഡ്. ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കിൽ പണം സുരക്ഷിതമെന്ന് ഈ സഖാക്കന്മാരും വിശ്വസിച്ചുപോയി. 2020 മുൻപ് തവണകളായി നിക്ഷേപിച്ചവരുണ്ട്. പല സന്ദർഭങ്ങളിലും പണം ആവശ്യമായവരും നിലച്ചിരിക്കാതെ ചികിത്സയ്ക്ക് വൻ തുക വേണ്ടി വന്നവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം കൊണ്ട് സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു. അത് തെറ്റിയതോടെയാണ് പലർക്കും കിടപ്പാടം വിൽക്കേണ്ട ബോർഡുകൾ വെക്കേണ്ട അവസ്ഥയായത്. സഹകരണ മേഖലയിലെ നിക്ഷേപം 100% സുരക്ഷിതം എന്ന് സർക്കാർ മാത്രം പറഞ്ഞാൽ പോരാ, പണം തിരിച്ചു നൽകണം. ഇവരിൽ പലരുടെയും വാക്കുകളിൽ രോഷവും സങ്കടവും എളിക്കുകയാണ്. പലരെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്തവും ബാങ്കിനുമേലുണ്ട്. മപ്രാണം സ്വദേശിയായ ഫിലോമിന ദേവസി, പുറത്തുശ്ശേരി എടച്ചാലിൽ രാമൻ, മാടായിക്കുണം കാട്ടിപ്പറമ്പിൽ കുമാരൻ എന്നിവർ ബാങ്കിൽ നിന്ന് പണം ലഭിക്കാത്തതിനാൽ ചികിത്സ നേടാൻ കഴിയാതെ മരിച്ചവരാണ്. തേലപ്പള്ളി സ്വദേശി മുകുന്ദൻ, തളയിക്കോണം സ്വദേശി ജോസ് എന്നിവർ ആത്മഹത്യ ചെയ്തത് അവർക്കുണ്ടായിരുന്ന ബാധ്യതകൾ നേരിടാൻ കഴിയാതെയാണ് എന്നതാണ് വാസ്തവം. കുറി ചേർന്ന തുക മുഴുവൻ അടച്ചു എങ്കിലും തുക ലഭിക്കാത്തതിനാൽ ബ്ലേഡ് പലിശയ്ക്ക് പണം വാങ്ങി മക്കളുടെ വിവാഹം നടത്തേണ്ടി വന്ന ബസ് ഡ്രൈവർ തിലകൻ മറ്റൊരു ഇരയാണ്. ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഇടനിലക്കാരും ബിനാമികളായി നടത്തിയ തട്ടിപ്പിന്റെ ഇരകൾ ഇത്തരത്തിൽ 100 കണക്കിനാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായി വിലയിരുത്തപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 312 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. എന്നാൽ ബാങ്ക് കുംഭകോണത്തിൽ 104 കോടിയുടെ തട്ടിപ്പ് മാത്രമാണ് നടന്നത് എന്നാണ് CPMന്റെ വാദം. അപേക്ഷിക്കാത്തവരുടെ പേരിൽ ലോൺ എടുത്തും നിക്ഷേപങ്ങൾ തിരികെ നൽകാതെയും വലിയ ഒരു കുംഭകോണത്തിനാണ് ബാങ്കിനെ മറയാക്കി CPM പ്രവർത്തകർ നേതൃത്വം നൽകിയത്. കേരളം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. 4 പതിറ്റാണ്ട് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കരുവന്നൂർ ബാങ്ക് നിയന്ത്രിക്കുന്നത്. 2005 മുതൽ തുടങ്ങിയ അഴിമതി ശരിവെച്ച അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നു എങ്കിലും കുറ്റക്കാർ പാർട്ടിക്കാരായതിനാൽ സർക്കാർ സംരക്ഷിക്കുകയായിരുന്നു. 30 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപമായി ഉണ്ടായിട്ടും ഒടുവിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ ദാരുണമായി മരണപ്പെട്ട ഫിലോമിനിയെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ചികിത്സയുടെ ഗുണഗണങ്ങൾ വാട്ടി അപമാനിക്കുകയും ചെയ്തു മന്ത്രി ആർ ബിന്ദു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ചികിത്സയ്ക്കായി ചോദിച്ചപ്പോൾ പട്ടിയെപ്പോലെ ഉദ്യോഗസ്ഥർ ആട്ടിയതായും ഫിലോമിനയുടെ ഭർത്താവ് ദേവസി പരിതപിച്ചിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ സൊസൈറ്റി എന്ന പേരിൽ പ്രചാരണം നടത്തിയാണ് CPM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചത്. ദേവസി ഉൾപ്പെടെ 11,000-ഓളം പേരുടെ നിക്ഷേപമാണ് ബാങ്കിനെ മറയാക്കി CPM നേതാക്കൾ തട്ടിയെടുത്തത്. തട്ടിപ്പ് പുറത്തുവന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിക്ഷേപകർ ഗതികേടിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.